ഹായ് ഗായ്സ്, എൻ്റെ പേര് നിഖിൽ കൃഷ്ണൻ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ പേര് ESI മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ. സോ ESI മെഡിക്കൽ കോളേജ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒന്ന്, ESI മെഡിക്കൽ കോളേജുകൾ ESI സംവരണം, അതായത് അവിടുത്തെ ESI ആനുകൂല്യം ലഭിക്കുന്ന തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഒരു സംവരണമുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത്, നമ്മുടെ ഈ നീറ്റ് മാറ്റിവെച്ച ഈ ഒരു സാഹചര്യത്തിൽ, വളരെ ടെൻഷനും ആങ്സൈറ്റി എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ലാസ്റ്റ് 2 months സ്ട്രാറ്റജിയെ പറ്റി ഒന്ന് സംസാരിക്കണം എന്നും എനിക്കുണ്ട്. സോ എന്നെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ബേസിക്കലി ഞാനൊരു ഫ്രഷറായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു രാജേഷ് അക്കാഡമി ഓഫ് മെഡിക്കൽ എൻട്രൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. സോ ഇവിടെ നമ്മളൊരു ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. സോ നമ്മൾ ഫ്രഷറായിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഇപ്പോൾ +2 നിന്ന് ഡയറക്റ്റ് എൻട്രൻസിലോട്ട് എനിക്ക് നോക്കണം. സോ +2 എൻട്രൻസും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും പ്രഷറിലായിരുന്നു. സോ പലരും ഇപ്പോൾ നമ്മളൊക്കെ ആകെ ഒരു ഡിലേമയിലായിരുന്നു. നമുക്ക് ഇത് കിട്ടുമോ, ഇത് എങ്ങനെയാവും, നീറ്റ് എളുപ്പമാവുമോ പാടാവുമോ, നമ്മളെ കൊണ്ട് ഇത് ഫൈനലി ഇത്രയും മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ. പക്ഷേ അവസാനം നമ്മൾ ആ വർക്ക് കണ്ടിന്യൂ ഒന്ന് ചെയ്താൽ മതി, അവസാനം നമുക്ക് എല്ലാം ശരിയായി വരും. എനിക്ക് മനസ്സിലായൊരു കാര്യം. സോ നിങ്ങളോട് എനിക്കതാണ് പറയാനുള്ളത്. എസ്പെഷ്യലി ഫ്രഷേഴ്സ്, നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പുറത്തൊക്കെ ഫ്രഷേഴ്സ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ റിപ്പീറ്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, മറ്റുള്ള ഫ്രഷേഴ്സ് ഉണ്ട്, ഇത്രയും പേര്. സോ ഇവരുടെയൊക്കെ നിങ്ങൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? ഒരിക്കലും നിങ്ങൾ അങ്ങനെ പേടിക്കരുത്. അവർ നിങ്ങളെ പോലെ തന്നെ സ്റ്റുഡൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഷുവറായിട്ടും വർക്കും ഉണ്ട്. നിങ്ങൾക്ക് എന്തിനേയും കീഴ്പ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് ഷുവറായിട്ടും വലിയ സക്സസ് തന്നെ നേടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓവറായിട്ടുള്ള ടെൻഷനൊന്നും വയ്ക്കരുത്, തലയിലെടുത്ത് വയ്ക്കരുത്. ഈ അവസ്ഥ എസ്പെഷ്യലി ലാസ്റ്റ് 2 months ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. പിന്നെ എനിക്ക് മനസ്സിലായുള്ള വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഈ ലാസ്റ്റ് 1 month സമയത്താണ് നമ്മൾ മാക്സിമം ഈ പല കുട്ടികളും ഡീവിയേറ്റഡ് ആയി പോകുന്നത്. അതായത് ഇപ്പോൾ ഇപ്പം നമ്മുടെ ടൈമിൽ തന്നെ നമുക്ക് വളരെ ടൈം കുറവായിരുന്നു. അതായത് ഇപ്പോൾ ഫ്രഷേഴ്സിനുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 6 months കിട്ടിയിരിക്കുകയാണ് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട്. നമ്മുടെ ടൈമിലേക്ക് ബോർഡ് എക്സാം കഴിഞ്ഞ് ഓൺലി 1 month ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എൻട്രൻസിലേക്ക്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ലാസ്റ്റ് 1 month നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് എത്രയും നാൾ ബോർഡിന് പഠിക്കുക, പിന്നെ ആ 1 month വീണ്ടും ഒരു 8 hours വെച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഭയങ്കര പാടുള്ള കാര്യം, ടയറിങ്. നമ്മൾ അത്രമാത്രം ടയേർഡാണ് നമ്മുടെ ബോർഡിന് വേണ്ടി നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നു. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഷുവറായിട്ട് റിപ്പീറ്റർ ലെവലിൽ എത്താവുന്നു. സോ റിപ്പീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അഡ്വാൻറ്റേജിലാണ്. നിങ്ങൾക്ക് എന്തായാലും 1 year അഡ്വാൻറ്റേജ് ഉണ്ട് ഫ്രഷേഴ്സിനെ കേട്ട്. 1 year നിങ്ങൾ കൂടുതൽ ഒരു എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഫയറും കൂടുതലായിരിക്കും. ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നത്. ഫ്രഷേഴ്സിനോട് പറയാനുള്ളത്, യു ഷുഡ് ബി ഫോക്കസ്ഡ്. നിങ്ങളെല്ലാം ഈ ലാസ്റ്റ് മന്ത്സിൽ ഇത്രയും നാൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മന്ത്സ് ഒരിക്കലും നിങ്ങളോട് കളയരുത്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരിക്കലും ആക്റ്റീവ് ആവാതിരിക്കാൻ നോക്കുക. അത് ശരിക്കും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. സോ അതാണ് ഞാൻ പറയുന്നത്, യു ഷുഡ് സ്റ്റേ ഫോക്കസ്ഡ്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റർ ലെവലിൽ ഷുവറായിട്ട് എത്താൻ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവരാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അവർ റാങ്ക് ലിസ്റ്റുകളുണ്ട്, ഓരോ ഓൺലൈൻ ടെസ്റ്റുകളും ഓരോ ടെസ്റ്റുകളും കഴിയുമ്പോൾ. സോ പല കുട്ടികളും ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകളിൽ താഴോട്ട് പോവാം. അതായത് ചിലപ്പോൾ ഇപ്പോൾ ഒരു നല്ല റാങ്ക് മുകളിൽ വന്നിട്ട് ചിലപ്പോൾ അടുത്ത ടെസ്റ്റ് ആകുമ്പോൾ താഴോട്ട് പോകും. സോ ഞാൻ പറയുന്നത്, ഈ താഴോട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല. വി ഷുഡ് നോട്ട് പാനിക്. അത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു മത്സരമാകുമ്പോൾ ചിലപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ജയിക്കാൻ തന്നെ പറ്റത്തില്ല, എപ്പോഴും നമുക്ക് ഉയർന്ന റാങ്ക് തന്നെ വരാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ താഴെ വീണ് പോകും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ പാരൻസിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുട്ടിയെ ഒരിക്കലും സ്ട്രെസ് ചെയ്യാൻ പാടില്ല. അതായത് എന്തുകൊണ്ട് നീ അവർക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല, അവന് ഇത്ര മാർക്ക് കിട്ടി, നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ചോദിക്കരുത്. കാരണം അത് നിങ്ങൾ കാര്യം അവരെ എന്താ പറയുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. സാരമില്ല, നെക്സ്റ്റ് ടൈം ഇതിനെക്കാട്ടി മാർക്ക് വാങ്ങി. അത് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ കുട്ടിക്ക് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, നിങ്ങൾ ആസ് എ സ്റ്റുഡൻസ് യു ഷുഡ് നെവർ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ തളർന്നു പോകാൻ പാടില്ല. സോ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ അവസാനം ഇപ്പോൾ നമുക്കറിയാം, ഈ ലാസ്റ്റ് 1 month എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് മിറാക്കിൾസ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് 300 ലെവലിൽ കിടക്കുന്ന ആൾക്കാർ ലാസ്റ്റ് ഒരു 2 months ഒക്കെ വർക്ക് ചെയ്ത് ചിലപ്പോൾ 40 ലെവൽ വരെ എത്തിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല പഠിക്കുന്ന ഒരുപാട് 600 ലെവലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും തുടക്കത്തിൽ. അവർ ഈ ലാസ്റ്റ് ടൈമിൽ ഈ ബോർഡ് എക്സാം ഒക്കെ ടെൻഷൻ അടിച്ച്, എൻ്റെ സമയത്ത് കാര്യം പറയുന്നത് കേട്ടോ, ബോർഡ് എക്സാമിൻ്റെ ടെൻഷനൊക്കെ എടുത്തു വെച്ച് ഈ പാരൻസിൻ്റെ സമ്മർദ്ദമാണ് മെയിൻ റീസൺ. അതും കൂടെ കൊണ്ട് കംപ്ലീറ്റ് റിസൾട്ടും പോയി 470, 450 റേഞ്ചിലോട്ട് അവർ താഴെ വീണ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് 550 മാർക്സ് ആയിരുന്നു. റാങ്ക്സ് ഓൾമോസ്റ്റ് 20,000 റേഞ്ചിലാണ് വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക.
ഇപ്പോൾ നിങ്ങളോട് പലരും നിങ്ങളോട് പറയും, നിങ്ങളെ ബന്ധുക്കളായിരിക്കാം, മോനെ ഇപ്പോൾ ഈ ഫസ്റ്റ് ചാൻസിൽ ഇപ്പോൾ നിങ്ങൾ അധികം സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ബോർഡ് എക്സാം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി അഡ്മിഷൻ കിട്ടത്തില്ല, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടത്തില്ല, അങ്ങനെ ഇങ്ങനെ വേറെ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല, നിങ്ങൾ എന്താവാന്ന് നിങ്ങളെ പേടിപ്പിക്കാന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾ പാനിക് ആവാൻ പാടില്ല. നിങ്ങൾ എൻട്രൻസ് കയ്യിൽ മുറുകെ തന്നെ പിടിക്കണം. ഒരിക്കലും നിങ്ങൾ ആ സമയത്ത് അയ്യോ ബോർഡ് പോയാൽ ഇനി ബോർഡ് കിട്ടത്തില്ല, എൻട്രൻസ് പോയാൽ ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അങ്ങനെ ഒരു റിപ്പീറ്റ് എന്ന ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വരരുത്. ഫസ്റ്റ് ചാൻസിൽ പഠിക്കും റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, അത് ഭയങ്കര ഡു ഓർ ഡൈ കോമ്പറ്റീഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റിപ്പീറ്റ് എന്ന് പറയുന്ന ചിന്ത വരരുത്. ഫസ്റ്റ് ചാൻസിൽ ഇത് നേടണം എന്നൊരു ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും വരേണ്ടത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയുള്ള കാര്യം, നിങ്ങൾ ലാസ്റ്റ് 2 months മെയിൻലി ചെയ്യുമ്പോൾ ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളെ പറ്റി ഞാൻ പറയും. മോക്ക് ടെസ്റ്റുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മെയിൻലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് MTGയിൽ നീറ്റ് എക്സ്പ്ലോറർ പോലത്തെ ബുക്കുകൾ ഉണ്ടാവും. പിന്നെ ഓൺലൈനായിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. സോ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു 3 hour ലിമിറ്റിൽ ഇപ്പോൾ കൃത്യമായിട്ടൊരു നിങ്ങളുടെ വീട്ടിലൊരു മുറിക്കകത്തിരുന്ന് ശരിക്കും നീറ്റ് എഴുതുന്ന അവസ്ഥയിൽ സ്റ്റോപ്പ് വാച്ച് സൈഡിൽ വെച്ച് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യണം. അത്ര സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് ഓരോ ടെസ്റ്റ് നിങ്ങൾ എഴുതാൻ. സോ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമൊക്കെ 3 മണിക്കൂർ കൊണ്ട് തീർക്കുക. പിന്നെ നിങ്ങൾ സമയം കഴിഞ്ഞ് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ 3 മണിക്കൂറിനെക്കാട്ടി കുറഞ്ഞ ടൈം അളവിൽ ഇത് തീർക്കണം. സോ അങ്ങനെ തീർക്കുന്നതിന്റെ ആവശ്യം എന്തെന്നാൽ, ചിലപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് സെന്ററിൽ പോകും. ടെസ്റ്റ് സെന്ററിൽ പോകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് തരത്തില്ല. അതായത് നമ്മൾ ഈ 2 മണിക്ക് ഇവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമ്മളോട് ഒന്നും എഴുതരുതെന്ന് പറയും. സോ അപ്പോൾ നമ്മൾ ഈ 2 മണിക്ക് മുമ്പായിട്ട് ഈ നെയിം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കണം. 2 മണി തൊട്ട് തുടങ്ങുന്ന നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മാത്രമാണ്. 1 മിനിറ്റ് വരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ കളിയിൽ. അങ്ങനത്തെ ഒരു തരം കോമ്പറ്റീഷൻ ആണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ. സോ ഈ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ തരാതിരിക്കുകയും നിങ്ങൾ നെയിം കംപ്ലീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സും ഈ 2-3 മണിക്കൂറിൻ്റെ ഇടയിൽ തീർക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് 5-10 minutes നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾ ഒരിക്കലും പതറാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് 3 hours താഴെ നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ തന്നെയാണ്. അത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും. സോ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ടൈമുണ്ട്, 2 months ടൈമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ബേസിക് കൺസെപ്റ്റ് നന്നായി ബ്രഷപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. പിന്നെ ഞാൻ ഇത് പറയുന്നൊരു കാര്യം, NCERT ടെക്സ്റ്റ് കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് NTA വന്നിരിക്കുന്ന ഒരു പുതിയ രീതിയാണ്. അതായത് ഒരു ബേസിക് കൺസെപ്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതായത് കുട്ടിക്ക് NCERT എന്തറിയാം എന്നാണ് അവർ നോക്കുന്നത്. അവർ കുട്ടി എത്ര ഹൈ ലെവൽ ചെയ്തു എന്നല്ല അവർ നോക്കുന്നത്. സോ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫും ഇത്രമാത്രം കൂടിയത്. ഇറ്റ് വാസ് മോർ ബേസിക് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് സമയം കാണുമെന്ന്. ശരിക്കും എഫേർട്ട് ഇടാതെ നല്ല മണിക്കൂർ ടൈം കൂടെ കൊടുക്കാമെങ്കിൽ, ഇപ്പൊ NCERT ബുക്ക് നോക്കാത്തവരെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ NCERT ബുക്കും കൂടെ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുക. NCERT ഫിസിക്സ് ഞാൻ പറയുന്നത്, ഫിസിക്സ് ചിലപ്പോൾ തിയറി ഫുള്ള് വായിക്കാൻ ടൈം കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളെ പിറകിലുള്ള ക്വസ്റ്റ്യൻസ് NCERT അത് നിങ്ങൾ പരമാവധി ചെയ്യാൻ നോക്കുക. പിന്നെ കെമിസ്ട്രിയെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. അത് ഞാൻ ഓർഗാനിക് കെമിസ്ട്രിക്കും മെയിനായിട്ട് പിന്നെ P ബ്ലോക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രിക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് കഴിഞ്ഞ നീറ്റിന് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. പക്ഷേ ഞാൻ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കെമിസ്ട്രി ഇല്ലേ മെയിനായിട്ട്, ഏതാണ് ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഒരിക്കലും നിങ്ങൾ NCERT ഞാൻ പറയുന്നില്ല NCERT വായിക്കണമെന്ന് പറയുന്നില്ല തിയറി, പക്ഷെ പ്രോബ്ലംസ് NCERT ചെയ്ത് നോക്കണം ഞാൻ പറയും. സോ NCERT ബേസ് ആയിട്ട് ശരിക്കും നിങ്ങളെല്ലാം പഠിക്കണം. അതിന് ടൈം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾ അതും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള, ലാസ്റ്റ് 2 months ആകുമ്പോൾ നിങ്ങൾക്ക് പലരും വിചാരിക്കും ഇനി പുതിയ മെറ്റീരിയൽ തേടി പോകാം, ഹൈ ലെവൽ എടുക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്ത്, ഇത്ര നാൾ നിങ്ങൾ ചെയ്ത മെറ്റീരിയൽ അത് തന്നെ ഇനിയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഒരു മെറ്റീരിയൽ എത്ര പെർഫെക്റ്റ് ആകാമെന്ന് നോക്കാവും, ഇല്ലാതെ എത്ര മെറ്റീരിയൽ നമ്മൾ കൂടുതൽ ചെയ്തെന്നല്ല നമ്മൾ നോക്കേണ്ടത്. മിനിമം മെറ്റീരിയൽ മാക്സിമം വർക്ക്, അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇതാണ്, നമ്മളൊരു ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരി നമുക്ക് സ്കോർ എടുത്ത് നോക്കി, നമ്മൾ ആൻസർ കീ വെച്ച് പിന്നെ സ്കോർ നോക്കി എനിക്ക് ഇപ്പോൾ 570 കിട്ടി എല്ലാമായി എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് അടച്ചു വെച്ചിട്ട് പോകരുത്. നിങ്ങൾ ടെസ്റ്റ് അനാലിസിസ് നടത്തണം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതിപ്പോൾ ഏത് ടെസ്റ്റ് ആവട്ടെ, ഓൺലൈൻ ടെസ്റ്റ് ആവട്ടെ, MTG നീറ്റ് എക്സ്പ്ലോറർ ആവട്ടെ, എന്ത് വേണോ ആവട്ടെ, നിങ്ങൾ ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ അനാലിസിസ് അത് മസ്റ്റാണ്.
അത് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല നിങ്ങൾ എവിടെയാണ് വീക്ക്. നമ്മൾ എത്ര സ്കോർ ചെയ്തു എന്നുള്ളതിലല്ല മാത്രം കാര്യം, എത്ര സ്കോർ നമുക്ക് കിട്ടിയില്ല, ബാക്കി എത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ളതിലാണ് കാര്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അതായത് ബാക്കി ഇപ്പോൾ 570 കിട്ടിയെങ്കിൽ ബാക്കി മാർക്സ് എവിടെ പോയി? സോ ആ മാർക്സിന് വേണം നമ്മൾ അതിൻ്റെ ഒരു അന്വേഷണം നമ്മൾ നടത്തിയിരിക്കണം. അതാണ് ടെസ്റ്റ് അനാലിസിസ്. സോ ആ ടെസ്റ്റ് അനാലിസിസ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ചാപ്റ്റേഴ്സിലാണ് വീക്ക്. ഇപ്പോൾ ഫിസിക്സ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ശരിയായി, സോ ബാക്കി ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നമുക്ക് പോയി. കെമിസ്ട്രി ഇത്ര ശരിയായി, കെമിസ്ട്രി ഏതിനാണ് വീക്ക്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സബ്ജക്റ്റിൽ നമ്മുടെ സ്കോറിംഗ് റേറ്റ് എത്രയാണ്. ഇപ്പോൾ കെമിസ്ട്രിക്ക് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 38-40 റേഞ്ച്, ഓക്കെ കെമിസ്ട്രി എനിക്ക് ഓക്കെ ആണ്. ഫിസിക്സിൽ ഞാൻ 20-30 റേഞ്ച് ആണെങ്കിൽ എനിക്ക് ഇനിയും അതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ബയോളജി ഞാൻ ഇപ്പോൾ 70-80 റേഞ്ചാണ്, അതിൽ 85 ആക്കണം. അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് എത്ര സ്കോർ ലെവലിൽ നിങ്ങൾക്ക് വരണം, ഇങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് അനാലിസിസ് നടത്തണം. ഓരോ ക്വസ്റ്റ്യൻ, കിട്ടാത്ത ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചിട്ടേ നിങ്ങൾ വേറെ എന്തും പഠിക്കാവും. ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. സോ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഈ നമ്മൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് പിന്നെ അടുത്ത ദിവസം എടുക്കുക. അടുത്ത ദിവസം നമ്മൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് വീണ്ടും ഒന്നുകൂടെ കൺസെപ്റ്റുകൾ ബ്രഷപ്പ് ചെയ്യണം, റിവൈസ് ചെയ്യണം. വേറൊരു നമ്മൾ ചെയ്ത മെറ്റീരിയൽ ഉണ്ടാവുക ചാപ്റ്റേഴ്സിൻ്റെ, ആ മെറ്റീരിയൽ എടുത്ത് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടെ വർക്കൗട്ട് ചെയ്യണം ആ ചാപ്റ്ററിൽ. അങ്ങനെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പെർഫെക്റ്റ് ആയി വരും. പിന്നെ ഇനി ഞാൻ പറയുന്നത് ഈ ടൈമിനെ പറ്റി, ടൈം മാനേജ്മെന്റ്. സോ പഠിക്കാനുള്ള ടൈം, നിങ്ങളിപ്പോൾ ലാസ്റ്റ് 2 months പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കും 7 hours പഠിക്കുന്നു, 8 hours പഠിക്കുന്നു, 12 hours, 16 hours, ഇങ്ങനെ കണക്കുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് അവേഴ്സ് അല്ല, ടാർജറ്റിനെയാണ്. നിങ്ങളൊരു ദിവസം ഒരു ടാർജറ്റ് വെക്കണം. ഞാൻ ഇന്ന് ഫിസിക്സ് ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും, ബയോളജി ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും, കെമിസ്ട്രി ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും. ആദ്യം നിങ്ങൾ ചെറിയ ടാർഗറ്റ് വയ്ക്കുക. ഇത് ലാസ്റ്റ് 2 months സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. ചെറിയ ടാർഗറ്റ് ഒരു ദിവസം വയ്ക്കുക. വച്ചിട്ട് എൻ്റെ അവസാനം നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മോക്ക് ടെസ്റ്റും കൂടെ വയ്ക്കുക. ഇതായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ചെറിയ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് നോക്കുക. ഇല്ലാതെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ടാർഗറ്റ് സെറ്റ് ചെയ്യാറുള്ളത്, ടാർഗറ്റിനനുസരിച്ചുള്ള മണിക്കൂർ. അപ്പോൾ നിങ്ങൾ തന്നെ അറിയാം നിങ്ങൾ 6 hours, 8 hours, 10 hours നിങ്ങളുടെ വർക്ക് ഇൻക്രീസ് ചെയ്യും. കാരണം ടാർഗറ്റ് നിങ്ങൾ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ചിലപ്പോൾ ടാർഗറ്റ് തീരാതെ വരും, വിഷമിക്കേണ്ട. അതൊക്കെ ഈ ഒരു ലാസ്റ്റ് 2 months ഒരു തുടക്കമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ലാസ്റ്റ് വീണ്ടും റിഫ്രഷ് ചെയ്യുന്നതിനും അതിൻ്റെ. അപ്പം ഞാൻ പറയുന്നത് മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത് എങ്ങനെ ഇത്ര ഓർമ്മ നിൽക്കുക എന്ന് പറയുന്നത്. സോ ഓർമ്മിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രമാത്രം റെപ്പറ്റേഷൻ നടത്തി പഠിച്ചാലേ പറ്റും. അത് നമുക്ക് ഒരിക്കലും എല്ലാ പോയിന്റുകളും A to Z നമുക്കിപ്പോൾ എല്ലാം 100% പെർഫെക്റ്റ് ആക്കാൻ ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 720 കിട്ടണം. അത് ശരിക്കും പറ്റുമായിരിക്കും. അത്രയ്ക്ക് വർക്ക് ചെയ്യുന്ന പറ്റും എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം, പറ്റണം, അത്ര വർക്ക് നിങ്ങൾ ചെയ്യണം. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. സോ അതിലേക്ക് നിങ്ങൾ എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്, ആ പെർഫെക്ഷനിലോട്ട്. അതിന് വീണ്ടും പറയുന്നത് കുന്നോളം ആഗ്രഹിച്ചാൽ കുമ്പിളോളം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, ഇനി ESI പറ്റി ഞാൻ പറയാം. ESI റിസർവേഷനെ പറ്റി ഞാൻ പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് ഇത് ഈ ESI നമ്മുടെ ഈ മെയിനായിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ESI ആനുകൂല്യം ഉണ്ടാവും. സോ ആ ആനുകൂല്യമുള്ളവരുടെ മക്കൾക്കാണ് ഈ റിസർവേഷൻ ഉള്ളത്. സോ ESI ഇന്ത്യയിൽ മൊത്തത്തിൽ 9 മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. ഇതിൽ 322 സീറ്റുകളാണ് ഇവർ നമുക്ക് തരുന്നത്. ഈ 322 സീറ്റുകളിൽ വീണ്ടും റിസർവേഷൻ ഉണ്ട്. ESIക്ക് അകത്ത് തന്നെ ജനറൽ, OBC, SC, ST ഉണ്ട്. സോ മെയിനായിട്ട് ജനറലിൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നമുക്ക് മാർക്ക് ബേസ് നോക്കുകയാണെങ്കിൽ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. സോ റാങ്ക് ബേസ് നോക്കി കഴിഞ്ഞാൽ ഒരു 40,000 വരെ എന്തായാലും കിട്ടും ജനറൽ. OBC വീണ്ടും 50,000-60,000 റേഞ്ചിൽ, SC, STക്ക് അതിനെക്കാട്ടിലും ഒരു 1 lakh റേഞ്ചിലൊക്കെ ഷുവർ ആയിട്ടും കിട്ടും. സോ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ വീട്ടിലൊക്കെ തിരക്കുക ESI ഉണ്ടോ എന്ന്, നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കും. പിന്നെ ഫൈനലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സ്ട്രെസ്ഡ് അപ്പ് ആവരുത് ഗൈസ്. നിങ്ങളെല്ലാം കൂളായിരിക്കണം. എന്തായാലും നല്ലതിന് സംഭവിക്കുന്നതിനെ വിശ്വസിക്കണം. ഷുഡ് ബി പോസിറ്റീവ് ഇൻ യുവർ തിങ്കിങ്. ഈ ലാസ്റ്റ് മന്തിൽ അതാണ് ഈ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇത് കിട്ടത്തില്ല. പലരും ആയുധം വെച്ച് കീഴടങ്ങുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോരും. ഫുൾ ടൈം പോസിറ്റീവ് ആയിരിക്കണം. പാരൻസ് നിങ്ങൾ കുട്ടികളുടെ കൂടെ തന്നെ, ഈ റിപ്പീറ്റ് ചെയ്യുന്നവരായാലും ഫ്രഷ് ആയതിനാലും അവരുടെ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം.
അവരെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അവരെ നമ്മൾ സമ്മർദ്ദത്തിലാക്കരുത്. അവർക്ക് കഴിയൂടാ, കഴിയുമോ എന്നതിനെ പറഞ്ഞ് നിങ്ങൾ അവരെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യണം. പിന്നെ ഗായ്സ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പ്. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ നീറ്റൊക്കെ കഴിയട്ടെ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.